ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന NCERT ടെക്സ്റ്റ് ബുക്കിലെ പോയിൻറ്റ്സുകൾ ഇലാസ്റ്റിക് മോഡുലൈ ആൻഡ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, ഇനി നമ്മൾ ഒരു സോളിഡ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് ഇയുടെ വാല്യൂവിന് വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഒരു സോളിഡ് മെറ്റീരിയൽ ഫോഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ലെങ്ത് വൈസ് ആയിട്ടാണോ അതോ ഒരു ടാൻജൻഷ്യൽ ആയിട്ടാണോ, അത്തരത്തിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈനെ 3 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു സോളിഡ് മെറ്റീരിയലിൽ ഏതെല്ലാം തരത്തിലുള്ള ഫോഴ്സുകളാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏതെല്ലാം ഫോഴ്സുകളാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ്. നോക്കുക, നമ്മളിവിടെ ഒരു ബോഡി എടുത്തു, ആ ബോഡിയുടെ ലെങ്ത്ത് L ആണ്. നമ്മൾ നേരത്തെ ഇതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തരത്തിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ലെങ്ത് വൈസ് ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് L+Δl ആയിരിക്കും. അതായത് അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. Δl ഈസ് ദ ഇൻക്രീസിങ് ലെങ്ത്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടെൻസൈൽ ഫോഴ്സ്. അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ആ സമയത്ത് കൊടുക്കുന്ന ഫോഴ്സാണ് ടെൻസൈൽ ഫോഴ്സ് എന്നുള്ളത്. ഇനി സപ്പോസ് ഇഫ് ദ ഫോഴ്സ് ആർ അപ്ലൈങ് ഇൻ ദിസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഈ തരത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് ലെങ്ത്തിൻ്റെ കോൺട്രാക്ഷനാണ് അല്ലെങ്കിൽ കംപ്രഷനാണ്. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കംപ്രസീവ് ഫോഴ്സ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ലെങ്ത്ത് കൂടാം അല്ലെങ്കിൽ ലെങ്ത്ത് കുറയാം. അതാണ് ഫസ്റ്റ് കേസ് ഓഫ് ഫോഴ്സ്. ദെൻ സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഓർ ടാൻജൻഷ്യൽ ഫോഴ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ഷിയർ ഫോഴ്സ് ഓർ ടാൻജൻഷ്യൽ ഫോഴ്സ്. നമ്മളൊരു സോളിഡ് ബോഡി എടുത്തതിന് ശേഷം അതിൻ്റെ അപ്പർ ഫേസിലായിട്ട് ടാൻജൻഷ്യലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ അപ്പർ ഫേസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താവേണ്ട ഒരു ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. എല്ലാണ് അതിൻ്റെ ലെങ്ത്ത്. ഇവിടെ നമുക്കൊരു പുതിയ ക്വാണ്ടിറ്റി കിട്ടും, ദാറ്റ് ഈസ് Δl. അതായത് ഈ സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ തരത്തിലുള്ള ഒരു ബോഡി എടുത്തിരിക്കുന്നു, നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ അപ്പർ ഫേസിൽ മാത്രമായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് Δl ആണ്. നമ്മളിങ്ങനെ ഇരിക്കുന്ന ബോഡീനെ ഈ അപ്പർ ഫേസിൽ ടാൻജൻഷ്യലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഷിഫ്റ്റാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ് ഓർ ടാൻജൻഷ്യൽ ഫോഴ്സ്. അതായത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ആംഗിളാണ് ചേഞ്ച് ചെയ്യുന്നത്, ആംഗിൾ ചേഞ്ചസ്. ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടു ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ചേഞ്ച് ചെയ്യുന്നത് ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഒന്നുകിൽ ലെങ്ത് കൂടും അല്ലെങ്കിൽ ലെങ്ത് കുറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഫോഴ്സാണ് ബൾക്ക് ഫോഴ്സ്. നമ്മൾ ഒരു ലിക്വിഡ് എടുക്കുക, ആ ലിക്വിഡ് നിങ്ങൾ ഒരു എയർ ബബിൾ കൺസിഡർ വിചാരിക്കുക. ആ എയർ ബബിളിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ തരത്തിലായിരിക്കും. എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലിക്വിഡ് ഈ എയർ ബബിളിന് മുകളിൽ അപ്ലൈ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വോളിയം എന്ത് ചെയ്യും, കുറയും. അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വോളിയം വിൽ ഡിക്രീസ്, വോളിയം ഡിക്രീസ് ചെയ്യും. അങ്ങനെ കൊടുക്കുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ബൾക്ക് ഫോഴ്സ്. അപ്പോൾ ഒരു സോളിഡ് മെറ്റീരിയൽ ഈ തരത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡയമെൻഷനിൽ വ്യത്യാസം വരുന്നു. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയുടെ ലെങ്ത്ത് വാരി ചെയ്യുന്നു, ലെങ്ത്ത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. രണ്ടാമത്തെ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംഗിളിലാണ് മാറ്റം വരുന്നത്, തീറ്റ വിൽ ചേഞ്ച്. ഇനി മൂന്നാമത്തത് ബൾക്ക് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് വോളിയം വിൽ ഡിക്രീസ്. വോളിയം ഒരിക്കലും ഇവിടെ കൂടുന്നില്ല, എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ നോർമലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വോളിയം വിൽ ഡിക്രീസ്. അതായത് നമ്മൾ വോളിയത്തിൻ്റെ ഡിക്രീസ് ആയതുകൊണ്ട് നമ്മൾ Δv എന്നുള്ള ആ ഒരു വേരിയേഷൻ എടുക്കുന്ന സമയത്ത് വി ആർ പുട്ടിങ് മൈനസ് സൈൻ ബിക്കോസ് വോളിയം ഈസ് ഡിക്രീസ്. ഇങ്ങനെയാണ് ഒരു സോളിഡ് മെറ്റീരിയലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ഒരു സോളിഡ് മെറ്റീരിയൽ ഫോഴ്സ് ഏത് തരത്തിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ ചേഞ്ച് ചെയ്യുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സൂചിപ്പിച്ച ഫോഴ്സുകൾ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് ആണ്, രണ്ടാമത്തെ ഷിയർ ഫോഴ്സ് ആണ്, മൂന്നാമത്തെ ബൾക്ക് ഫോഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന
മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമ്മൾ പറയുന്ന പേരാണ് യങ്സ് മോഡുലസ്. അതായത് ലെങ്ത്തിന് വരുന്ന വേരിയേഷൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിക്ക് പറയുന്ന പേരാണ് യങ്സ് മോഡുലസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് നോക്കാം. നോക്കൂ, ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൽ ലെങ്ത്തുള്ള ഒരു ബോഡി ആണെങ്കിൽ നമ്മൾ ഈ തരത്തിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ഫോഴ്സ് ഈ തരത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ പറഞ്ഞ ടെൻസൈൽ ഫോഴ്സ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ടെൻസൈൽ ഫോഴ്സിന് നമുക്ക് എഫ് എന്ന് കൊടുക്കാം, അതുപോലെ ഏരിയ എ എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് ബൈ എ ആയിരിക്കും. നമുക്കറിയാം ഇവിടെ ലെങ്ത്തിന് വേരിയേഷൻ വരുന്നുണ്ട്, അതായത് ഡെൽറ്റ എൽ എന്നുള്ള ലെങ്ത്ത് കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷുവറായിട്ട് എന്തുണ്ടാവും, സ്ട്രെയിൻ ഉണ്ടാവും. അത്തരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെയിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് സ്ട്രെയിൻ. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് നമുക്കറിയാം എൽ ആയിരുന്നു ഇനീഷ്യൽ ലെങ്ത്, എൽ പ്ലസ് എൽ ആണ് ന്യൂ ലെങ്ത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആയിരിക്കും, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഇതാണ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ നമ്മൾ ആക്ട് ചെയ്ത സ്ട്രെസ്സിനെ പറയുന്ന പേര് ടെൻസൈൽ സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. അതേപോലെ ഇവിടുത്തെ സ്ട്രെയിനെ പറയുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ, അതായത് ദ റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് നോൺ ആസ് യങ്സ് മോഡുലസ്. അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ ഒരു ടൈപ്പാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് y is equal to longitudinal stress divided by longitudinal strain. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. വൈഡ് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എഫ് ബൈ എ ആണ്. എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, നമുക്ക് ഈ എല്ലിനെ മുകളിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ യങ്സ് മോഡുലസ്. നമ്മൾ എങ്ങനെയാണ് ഇത് എക്സ്പെരിമെൻ്റ് വഴി മെഷർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. റിജിഡ് സപ്പോർട്ടിലായിട്ട് ഒരു വയർ ഇട്ടിരിക്കുകയാണ്. ആ വയറിൽ ഒരു മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മാസ് എം ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എം മാസുള്ള ബോഡിയുടെ വെയിറ്റ് എം ജി താഴത്തേക്ക് ആക്ട് ചെയ്യും. ഇതിനെതിരായിട്ടുള്ള ഒരു റിയാക്ഷനാണ് എം ജി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ന്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം y is equal to ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ഇവിടെ എം ജി ആണ്. സോ എം ജി, ഓക്കെ, ദെൻ എൽ അതേപോലെ എഴുതി, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ആറാണ് അതിൻ്റെ റേഡിയസ് എങ്കിൽ വയറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ബൈ ആർ സ്ക്വയർ ആയിരിക്കും ആൻഡ് ഡെൽറ്റ എൽ. ഓക്കെ, ഈ തരത്തിലാണ് നമുക്ക് വൈയുടെ വാല്യൂ മെഷർ ചെയ്യാൻ കഴിയുന്നത്. എക്സ്പെരിമെൻ്റലി വൈയുടെ വാല്യൂ ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും, കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഈ തരത്തിലാണ് നമുക്ക് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതായത് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് റേഡിയസ്, അതുപോലെ ഡെൽറ്റ എൽ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 6, അതിൻ്റെ റേഡിയസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അതാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. രണ്ടാമത്തെ പഠിക്കാനുള്ളത് എന്താണ് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അതിനുവേണ്ടി നമുക്ക് എന്താണ് ഷിയർ ഫോഴ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് ആക്ടിങ് ടാൻജൻഷ്യൽ ടു ദി ബോഡി. അതായത് നമ്മൾ ഈ തരത്തിലൊരു ബോഡി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ ഈ തരത്തിൽ നമ്മൾ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ അപ്പർ ഫേസിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ തീറ്റ എന്നുള്ളൊരു ആംഗിൾ ഇവിടെ ഉണ്ടാവും. അതായത് ഇവിടെ ഷിഫ്റ്റ് ഈ തരത്തിൽ ഡെൽറ്റ എക്സ് ഷിഫ്റ്റ് ഇങ്ങോട്ട് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് തീറ്റ എന്നുള്ളൊരു ആംഗിൾ ഇവിടെ ഉണ്ടാവും. ഈ തീറ്റ എന്നുള്ളതിനാണ് നമ്മൾ പറയുന്നത് എന്ത്, ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഷിഫ്റ്റ് ഡെൽറ്റ എക്സ് ആണ്, ഇതിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടാൻ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side, that is delta x by L. Here the theta is very small. In that case tan theta is nearly taken as theta. അതായത് തീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ that is nearly taken as theta. അപ്പോൾ നമുക്ക് theta is equal to delta x by L എന്ന് എഴുതാം. That is our shear strain.
ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ ഇവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് F/A ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ഷിയർ സ്ട്രെസ്, ദിസ് ഈസ് അവർ ഷിയർ സ്ട്രെയിൻ. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, ഈ കേസിൽ അതായത് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ആ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദാറ്റ് ഈസ് റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ദി ഷിയർ സ്ട്രെയിൻ. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഫോർമുല അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? F/A ആണ്. F/A ഡിവൈഡ് ബൈ ദെൻ ഷിയർ സ്ട്രെയിൻ. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് തീറ്റ ഡയറക്റ്റാണ് മെഷർ ചെയ്യാറ്. അതായത് തീറ്റയുടെ വാല്യൂ കണ്ടെത്താം. ഡെൽറ്റ എക്സ് ബൈ ഉപയോഗിച്ച് നമുക്കിവിടെ തീറ്റ എന്ന് ഡയറക്റ്റ് കൊടുക്കാം. സോ F/A തീറ്റ, ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് F/A തീറ്റ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായത് ഇവിടെ വാരി ചെയ്യുന്നത് തീറ്റയാണ്. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ടാൻജൻഷ്യൽ ആയിട്ടാണ്. അതിൻ്റെ ഫലമായിട്ട് തീറ്റ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് തീറ്റ എന്നുള്ളൊരു വേരിയേഷൻ ഉണ്ടാവുകയാണ്. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ടാൻജൻഷ്യൽ ആയിട്ടാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, തീറ്റ എന്നുള്ള ആംഗിൾ. ദാറ്റ് തീറ്റ ഈസ് നോൺ ആസ് ഷിയർ സ്ട്രെയിൻ. ആൻഡ് ഷിയർ സ്ട്രെസ് പറഞ്ഞാൽ ഇവിടെ ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ദാറ്റ് ഈസ് അവർ ഷിയർ സ്ട്രെസ്. ഇവിടെ നമ്മൾ റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ടേക്കൺ ആസ് ദി റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ദി ഷിയർ സ്ട്രെയിൻ. ദാറ്റ് ഈസ് F/A നമ്മൾ നേരത്തെ എഴുതി, ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് F/A തീറ്റ. സോ ദാറ്റ് അബൌട്ട് ദി ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മൂന്നാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ബൾക്ക് ഫോഴ്സ് ആണ്. ബൾക്ക് ഫോഴ്സ് ഈസ് ഓൾവേസ് ആക്ടിങ് ഇൻ ലിക്വിഡ്സ്. നമ്മളിപ്പോൾ ഒരു ബേക്കർ എടുത്ത് ബേക്കറിനകത്ത് ലിക്വിഡ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു ബബിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബബിൾമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് നോർമൽ ടു ദി ഏരിയ. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ വോളിയം എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വോളിയം വിൽ ഡിക്രീസ്. ഒറിജിനൽ വോളിയം V ആണ് എടുത്തെങ്കിൽ ന്യൂ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി V മൈനസ് ഡെൽറ്റ V. അതായത് ഡെൽറ്റ V ആണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം എങ്കിൽ ആ ഡെൽറ്റ V എന്നുള്ള വോളിയം അത്രയും കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ന്യൂ വോളിയം ഈസ് V മൈനസ് ഡെൽറ്റ V. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ എയർ ബബിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് നോർമൽ ടു ദി സർഫസ്. അത്തരത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ഫോഴ്സ്. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് ഫോഴ്സ് ഈസ് ഓൾവേസ് നോർമൽ ടു ദി ഏരിയ. ഓക്കെ, ഹൈഡ്രോളിക് ഫോഴ്സ് ഈസ് ഓൾവേസ് നോർമൽ ടു ദി ഏരിയ. അപ്പോൾ നമുക്കിവിടെ സ്ട്രെസ് എഴുതാം. നമുക്കറിയാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ പ്രത്യേകിച്ച് പറയും ഹൈഡ്രോളിക് ഫോഴ്സ് ആണ്. ഹൈഡ്രോളിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് ലെറ്റർ F ആണ്, ഏരിയയ്ക്ക് നമ്മൾ A കൊടുത്തു, F/A. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏരിയയ്ക്ക് നോർമൽ ആയതുകൊണ്ട്, അതായത് ഫോഴ്സ് ഈസ് ആക്ടിങ് നോർമൽ ടു ദി ഏരിയ, ദാറ്റ് ഫോഴ്സ് പെർ ഏരിയ ഈസ് നോൺ ആസ് പ്രഷർ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് F/A ഈസ് ടേക്കൺ ആസ് പ്രഷർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ P. അപ്പോൾ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് P എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നതിന് നമുക്ക് വിളിക്കുന്ന പേര് ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്നാണ്, അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്ന് വിളിക്കാം. ദാറ്റ് വോളിയം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇവിടുത്തെ ഡയമെൻഷൻ അതിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്ന വോളിയത്തിലുള്ള കുറവാണ്. ദാറ്റ് ഇസ് ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം എന്ന് പറയുന്നത് V. ഓക്കെ, നമുക്കറിയാം ജനറൽ ഇക്വേഷൻ ഫോർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇവിടുത്തെ സ്ട്രെസ് നമുക്ക് പറയാൻ പറ്റും അത് ഹൈഡ്രോളിക് സ്ട്രെസ് ആണ്. അതേപോലെ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സ്ട്രെയിൻ ആണ്. വേറൊരു പേര് വോളിയം സ്ട്രെസ് ആണ്, അതേപോലെ വോളിയം സ്ട്രെയിൻ ആണ്. അപ്പോൾ ദ റേഷ്യോ ഓഫ് വോളിയം സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ ഈസ് നോൺ ആസ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ P. അപ്പോൾ പിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. P ഈസ് ഈക്വൽ ടു ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് P എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. സോ P ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ V ബൈ V. ഓക്കെ, ഈ V ഇങ്ങോട്ട് എഴുതി. ദാറ്റ് ഈസ് PV ഡിവൈഡഡ് ബൈ ഡെൽറ്റ V. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രഷർ ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ മൈനസ് സൈൻ കൊടുക്കാം. അതായത് ആസ് പ്രഷർ ഇൻക്രീസസ് ഓർ ആസ് ഫോഴ്സ് ഇൻക്രീസസ് വോളിയം വിൽ ഡിക്രീസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മൈനസ് സൈൻ ആണ്. സോ B ഈസ് ഈക്വൽ ടു മൈനസ് PV ഡിവൈഡഡ് ബൈ ഡെൽറ്റ V. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ റെസിപ്രോക്കൽ നമ്മൾ പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി C. സോ കംപ്രസിബിലിറ്റി C ഈസ് ഈക്വൽ ടു 1/B. നമുക്കറിയാവുന്ന രണ്ട് സബ്സ്റ്റൻസുകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
എയർ വാട്ടർ ഇങ്ങനെ രണ്ട് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എയർ ഈസ് മോർ കംപ്രസിബിൾ കമ്പയർഡ് ടു വാട്ടർ. അപ്പോൾ എയറിൻ്റെ കംപ്രസിബിലിറ്റി കൂടുതലായതുകൊണ്ട് അതിൻ്റെ ബൾക്ക് മോഡുലസ് കുറവാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം വാട്ടർ ഈസ് ലെസ് കംപ്രസിബിൾ, സോ ഇസ് ബൾക്ക് മോഡുലസ് ഈസ് മോർ. സോ ദാറ്റ് അബൌട്ട് ദി ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഇങ്ങനെ 3 തരത്തിൽ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്, ഇങ്ങനെ 3ആയിട്ട് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ കേസിൽ ലെങ്ത്തിലുള്ള വേരിയേഷൻ ആണ്. ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് വാസ് ദ റേഷ്യോ ഓഫ് longitudinal stress to the longitudinal strain, and shear modulus of elasticity or rigidity modulus of elasticity was the ratio of shear stress to the shear strain. And here now the bulk modulus of elasticity is the ratio of volume stress to the volume strain or hydraulic stress to the hydraulic strain. So that about the 3 types of modulus of elasticity. Okay. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. നമ്മൾ ഏതൊരു സോളിഡിൻ്റെയും മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് എത്രത്തോളം ഇലാസ്റ്റിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കിയിട്ടാണ്. നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അതിന് ലെങ്ത്ത് കൂടും. അതായത് ഇവിടെ സ്ട്രെസ് സ്ട്രെയിൻ ഉണ്ടാവും, സ്ട്രെയിനിൻ്റെ ഫലമായിട്ട് അവിടെ സ്ട്രെസ്സും ഉണ്ടാവും. ഒരു അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് സ്ട്രെസ് വിൽ നോട്ട് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് അവിടെ സ്ട്രെയിൻ ഒരുപാട് കൂടുകയും പക്ഷേ സ്ട്രെസ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഒരു വയർ എടുത്തിരിക്കുകയാണ്, ആ വയറിൽ എം എന്നുള്ളൊരു മാസ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എം എന്നുള്ള മാസിൻ്റെ ഫലമായിട്ട് mg എന്നുള്ള വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡീഫോമിംഗ് ഫോഴ്സ് ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും, ഈ ലെങ്ത് എന്നുള്ളത് എല്ലാണ് ഇനീഷ്യൽ ലെങ്ത് എങ്കിൽ അതിൻ്റെ ന്യൂ ലെങ്ത് പറയുന്നത് L + ഡെൽറ്റ L ആയിരിക്കും. അതായത് ഡെൽറ്റ L അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും, സ്ട്രെയിൻ ഡെവലപ്സ്. അതായത് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ബോഡിയെ സംബന്ധിച്ചും അവിടെ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം ഡീഫോമിംഗ് ഫോഴ്സിന് എതിരായിട്ടുണ്ടാകുന്ന ഒരു ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇൻ ദിസ് ഡയറക്ഷൻ. ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, അവിടെ സംഭവിച്ചത് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവിടെ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഡീഫോമിംഗ് ഫോഴ്സിനെ എതിർക്കുന്ന തരത്തിലുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് ബോഡിക്ക് അകത്തുണ്ടാവുന്നു. ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹുക്സ് ലോ പ്രകാരം പറയാം സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, നമ്മൾ അത്തരത്തിലുള്ള കേസിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റ് വരെ മാത്രമേ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നുള്ളൂ. അതിനുശേഷം സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും വേരിയേഷൻ യൂണിഫോം അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എം എന്നുള്ള മാസ് ഹാങ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ വെയിറ്റ് ആണ് mg. അപ്പോൾ ആദ്യത്തെ കുറച്ച് റീജിയനിൽ കുറച്ച് ഭാഗത്ത് സ്ട്രെസ് വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയത് ഈ തരത്തിലായിരുന്നു. ഈ പ്രൊപ്പോർഷണാലിറ്റി സ്ട്രെയിനാണ് കാണിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ. അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ റീജിയനിൽ അതായത് OA എന്നുള്ള റീജിയനിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്ന ലോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഹുക്സ് ലോ. അപ്പോൾ ഈ റീജിയനിൽ ഹുക്സ് ലോ ഒബേ ചെയ്യപ്പെടുന്നു. ഇനി നമ്മൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുകയാണെങ്കിൽ അതായത് ദിസ് ഈസ് തീറ്റ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അതായത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ യങ്സ് മോഡുലസ് ആയിരിക്കും. ഇറ്റ് ഈസ് യങ്സ് മോഡുലസ് കാണണമെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. ഈ എ എന്നുള്ള പോയിന്റ് പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഇനി നമ്മളിവിടെ കുറച്ചുകൂടി മാസ് കൂട്ടിക്കഴിഞ്ഞാൽ what will happen, mg കൂടും. സ്വാഭാവികമായിട്ട് ഇവിടെ ഡീഫോമിംഗ് ഫോഴ്സിൻ്റെ അളവ് കൂടും. ഡീഫോമിംഗ് ഫോഴ്സ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, സ്ട്രെസ് കൂടും. ദാറ്റ് ഈസ് അപ്ലൈ മോർ മാസ്, സോ ഡീഫോമിംഗ് ഫോഴ്സ് ഇൻക്രീസസ് ആൻഡ് സ്ട്രെസ് വിൽ ഓൾസോ ഇൻക്രീസ്. നമുക്കറിയാം സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെയിൻ കൂടുന്നു. പക്ഷേ ഇവിടെ കാണുന്നത് സ്ട്രെസ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് O മുതൽ A വരെയുള്ള ഭാഗത്ത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു. അതിനുശേഷം സ്ട്രെസ് കൂടുന്നുണ്ട്, സ്ട്രെയിനും കൂടുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ. ഈ തരത്തിലൊരു കർവാണ് ഇവിടെ കാണുന്നത്. That is, stress is not proportional to strain, but
ബോഡി റിമെയിൻസ് ഇലാസ്റ്റിക്. ബോഡി ഇലാസ്റ്റിക് നാച്ചർ നഷ്ടപ്പെടുന്നില്ല. അതെങ്ങനെ പറയാൻ പറ്റും? അതായത് നമ്മൾ ഈ mg എന്നുള്ള വെയിറ്റ് പരിപൂർണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഡിഫോമിംഗ് ഫോഴ്സ് പരിപൂർണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ സ്ട്രെയിൻ ഇല്ലാതെയായി മാറും, അതുപോലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ലാതെ മാറും. ആ ബോഡി അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. അതായത് ബി വരെയുള്ള ഭാഗത്ത് ബോഡി ക്യാൻ റിട്ടേൺ ടു ദി ഒറിജിനൽ പൊസിഷൻ ആൻഡ് ദിസ് പോയിന്റ് ബി ഇസ് കോൾഡ് ഈൽഡ് പോയിന്റ് ഓർ ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് നമ്മൾ മാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബി എന്നുള്ള ലിമിറ്റ് എത്തുന്ന വരെ നമ്മൾ മാസ് പരിപൂർണമായി മാറ്റിക്കഴിഞ്ഞാൽ ഡിഫോമിംഗ് ഫോഴ്സ് പഴയ പോലെ 0 ആയി കഴിഞ്ഞാൽ സ്ട്രെയിൻ വിൽ ആൾസോ 0 ആൻഡ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബി 0 ആൻഡ് ദ ബോഡി റിട്ടേൺസ് ബാക്ക് ടു ദി ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ ഈ ബിക്ക് പറയുന്ന പേരാണ് ഈൽഡ് പോയിന്റ് ഓർ ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ ഒരു റീജിയൻ നമ്മൾ, അത് ഇവിടെ മുതൽ ഈ ഒരു റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇലാസ്റ്റിക് റീജിയൻ എന്നാണ് പറയുന്നത്. ഈ റീജിയൻ, ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് റീജിയൻ. ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് ഇലാസ്റ്റിക് റീജിയൻ. ഇലാസ്റ്റിക് റീജിയൻ. ഓക്കെ. ഇനി നമ്മൾ മാസിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ദാറ്റ് ഈസ് അപ്ലൈ മോർ മാസ്, നമുക്ക് ഈ റീജിയൻ ആണ് കിട്ടും. ബി മുതൽ സി വരെയുള്ള ഈ റീജിയൻ നമുക്ക് കിട്ടും. ഈ ഭാഗത്ത് പ്രത്യേകത എന്താണെന്ന് നോക്കാം. നോക്കൂ, ഒ മുതൽ ബി വരെയുള്ള ആ ഭാഗത്തെ റീജിയൻ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്നാണ് പറഞ്ഞത്. അത്രയും ഭാഗത്ത് നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് നേരിട്ട് വരുമായിരുന്നു. ഇവിടെ ബോഡി ഷോസ് എ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അതായത് ബി മുതൽ ഉള്ള ഭാഗത്ത് ബോഡി കാണിക്കുന്ന ഒരു പ്ലാസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി ദെൻ സ്ട്രെസ്. അതായത് ഇതുവരെ സ്ട്രെസ്സും സ്ട്രെയിനും ഒരേപോലെയാണ് വാരി ചെയ്യുന്നതെങ്കിൽ ബിക്ക് ശേഷം സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി ആൻഡ് സ്ട്രെസ് ഇൻക്രീസസ് വെരി സ്ലോലി. സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ സ്ട്രെയിനുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇനി നമ്മളിവിടെ ലോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഇഫ് ദ ലോഡ് ഈസ് റിമൂവ്ഡ് ദ ബോഡി കനോട്ട് റീഗെയിൻ ഈസ് ഒറിജിനൽ പൊസിഷൻ. അതായത് ബി മുതൽ ഈ സി വരെയുള്ള റീജിയനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ലോഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പി എന്നുള്ള ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ലോഡ് റിമൂവ് ചെയ്തെങ്കിൽ ദ ബോഡി വിൽ നോട്ട് റിട്ടേൺസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. നോക്കാം, ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഭാഗത്ത് സ്ട്രെയിൻ അവിടെ അതേപോലെ തന്നെ ഡെവലപ്പായി നിൽക്കും. ആ സ്ട്രെയിൻ 0 ആവില്ല. ബി വരെയുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡിഫോമിംഗ് ഫോഴ്സ് 0 ആവുന്ന സമയത്ത് സ്ട്രെയിൻ വാസ് 0. പക്ഷേ ബിക്ക് ശേഷമുള്ള പോയിന്റുകളിൽ ഏതെങ്കിലും ഭാഗത്ത് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രെയിനിന്റെ വാല്യൂ 0 ആവില്ല. There will be a strain even if the load is removed. This strain is called permanent set. അതായത് ഈ ഒരു പി എന്നുള്ള പോയിന്റ് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ്, ഈ ഒരു സ്ട്രെയിനെ പറയുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. ഓക്കെ. ഇനി നമുക്ക് എത്ര മാക്സിമം അപ്ലൈ ആവുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, നമുക്കിങ്ങനെ ബി മുതൽ സി വരെ നമ്മൾക്ക് സ്ട്രെസ്സിന്റെ വാല്യൂ മാക്സിമം ആയി. ദി മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി. നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുന്നു. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിക്ക് അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം വാല്യൂ ഓഫ് ദ സ്ട്രെസ് അറ്റ് ദ പോയിന്റ് സി ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ. ഇനി നമ്മൾ മാസ് വീണ്ടും കൂട്ടുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് സ്ട്രെസ് ഈസ് ഡിക്രീസിങ് വിത്ത് സ്ട്രെയിൻ. അതായത് ഇതുവരെ സംഭവിച്ചത് സ്ട്രെയിൻ അനുസരിച്ച് സ്ട്രെസ് കൂടുകയായിരുന്നെങ്കിൽ ഇനി ഈ പോയിന്റിൽ സംഭവിക്കുന്നത് stress decreases with strain. That is, stress decreases and strain increases. At that point the body will or the wire will break. കാരണം എന്താ വെച്ചാൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് ബോഡി അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യുന്നത്. പക്ഷേ സ്ട്രെസ് കുറയുക, അതേസമയം സ്ട്രെയിൻ കൂടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദ ബോഡി വിൽ ബ്രേക്ക്. ഓക്കെ. സോ ദ പോയിന്റ് ഡി ഇസ് കോൾഡ് ദ ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് സി ഡി എന്നുള്ള റീജിയൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും സ്ട്രെസ് ഡിക്രീസസ് വിത്ത് സ്ട്രെയിൻ. കാരണം ഈ ഗ്രാഫ് ഇങ്ങോട്ടാണ് വരുന്നത്, ഇതുവരെ കൂടിയിട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ അറ്റ് പോയിന്റ് ഡി ദ ബോഡി വിൽ ബ്രേക്ക് ആൻഡ് ദിസ് പോയിന്റ് ഈസ് കോൾഡ് ഫ്രാക്ചർ പോയിന്റ് ഓർ ദ ബ്രേക്കിംഗ് പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ബ്രേക്കിംഗ് പോയിന്റ് ഓർ ഫ്രാക്ചർ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ വേറൊരു കാര്യം കാണാവുന്നത് ഒ മുതൽ ബി വരെയുള്ള ഈ റീജിയൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് റീജിയൻ ആയിരുന്നെങ്കിൽ ഇവിടെ മുതൽ ബി മുതൽ ഇങ്ങോട്ട് സി വഴി ഡി വരെയുള്ള അത്രയും റീജിയൻ എന്ന് പറയുന്നത് ബോഡി കാണിക്കുന്നത് പ്ലാസ്റ്റിക് നാച്ചറാണ്. അതായത് ഈ റീജിയൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് റീജിയൻ നമുക്ക് കാണാൻ കഴിയും. ദിസ് റീജിയൻ ഈസ് പ്ലാസ്റ്റിക് റീജിയൻ. ദിസ് റീജിയൻ ഈസ് പ്ലാസ്റ്റിക് റീജിയൻ.
അപ്പോൾ ഒരു ബോഡിയുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിക് റീജിയനാണ് കൂടുതൽ നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ ഇലാസ്റ്റിക് നാച്ചറാണ് കൂടുതൽ. അതേസമയം അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയനാണ് കൂടുതൽ നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ പ്ലാസ്റ്റിക് നാച്ചറാണ് കൂടുതൽ എന്ന്. അടുത്തതായി നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത തിയറിയെ ബേസ് ചെയ്ത 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, എ സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 millimeter ആൻഡ് എ ലെങ്ത് ഓഫ് 1 meter. ലെങ്ത് 1 meter ആണ്, ഇതിൻ്റെ റേഡിയസ് 10 millimeter ആണ്. ഒരു സ്റ്റീൽ റോഡാണ്. എ 100 kilonewton ഫോഴ്സ് സ്ട്രെച്ചസ് ഇറ്റ് അലോങ് ഇറ്റ്സ് ലെങ്ത് വൈസ് ആയിട്ട് ഒരു 100 kilonewton ഫോഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഇവിടെ പറയാം നമുക്ക്, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സാണ് കൊടുത്തിരിക്കുന്നത്, അലോങ് ദി ലെങ്ത് ആണ്. കാൽക്കുലേറ്റ് ദ സ്ട്രെസ്, അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ട ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. ദെൻ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ, അതേപോലെ സ്ട്രെയിൻ, ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ആദ്യം സ്ട്രെസ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടെൻസൈൽ സ്ട്രെസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അതായത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് 100 kilonewton ആണ്. സോ 100 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ നമുക്കറിയാം πr² ആണ് റോഡിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പോൾ 3.14 ഇൻറ്റു റേഡിയസ് വന്നിട്ട് 10 millimeter. നമുക്കതിനെ മീറ്ററേക്ക് മാറ്റാം. സോ 10 × 10⁻³ the whole square. നമുക്ക് ചെയ്ത ആൻസർ കിട്ടും 3.18 × 10⁸ Nm/m². ഇതാണ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇലോങ്ങേഷൻ ആണ്, അതായത് ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഫോർമുല, യങ്സ് മോഡുലസിൻ്റെ ഫോർമുല F/A × L/Δl ഇതാണ് നമുക്ക് അറിയാവുന്ന ഫോർമുല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എൽ ആണ്. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ഡെൽറ്റ എല്ലിനെ ഇങ്ങോട്ട് മാറ്റി വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ F/A ഇവിടെ ഇങ്ങനെ എഴുതി × L ഡിവൈഡഡ് ബൈ വൈ. വൈ ഓഫ് സ്റ്റീൽ, അതായത് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് വന്നിട്ട് 2 × 10⁻11 Nm/m² ആണ്. നമുക്ക് വാല്യൂസ് ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F/A നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് 3.18 × 10⁸8 ഇൻറ്റു 1 meter ആണ് റോഡിൻ്റെ ലെങ്ത്ത്, ഒറിജിനൽ ലെങ്ത്ത് ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ 2 × 10⁻11. നമുക്ക് ആൻസർ കിട്ടും 1.59 × 10⁻³ മീറ്റർ. ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പിന്നെ മില്ലിമീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 1.59 millimeter അത്രയും ലെങ്ത് ആയിരിക്കും, അതായത് നിയർലി 1.6 millimeter ആയിരിക്കും. ഇത്രയും ന്യൂട്ടൺ ഫോഴ്സ് ഈ റോഡിന്മേൽ കൊടുത്താൽ അതിന് സംഭവിക്കുന്ന ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ഇൻക്രീസിങ് ലെങ്ത്. ഇനി കണ്ടുപിടിക്കേണ്ടത് സ്ട്രെയിൻ ആണ്. നമുക്കറിയാം സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഡെൽറ്റ എൽ നമ്മൾ കണ്ടെത്തിൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ 1.59 × 10⁻³ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എൽ എന്ന് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1 meter. അപ്പോൾ ആൻസർ കിട്ടും 1.59 × 10⁻³ സ്ട്രെയിൻ ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല. നമുക്കതിനെ പേഴ്സൻറ്റേജ് ടേംസിലാക്കുകയാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.59 × 10⁻1 വരും. ഈ ഡെസിമൽ ഇങ്ങോട്ട് മാറ്റുമ്പോൾ 0.159 or it is nearly 0.16%. So that is the value of strain and elongation നമുക്ക് കിട്ടി, അതേപോലെ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടി. ഇങ്ങനെയാണ് യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. ഷിയർ മോഡുലസുമായി ബന്ധപ്പെട്ടാണ്. എ സ്ക്വയർ ലെഡ് സ്ലാബ് ഓഫ് സൈഡ് 50 cm ആൻഡ് തിക്നെസ് 10 cm. അതായത് ഒരു ലെഡിൻ്റെ സ്ലാബാണ്, 50 cm ആണ് അതിൻ്റെ ഈ സൈഡ്, അതേപോലെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന ഈ തരത്തിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് അത് 10 cm, അതായത് ഈ ഒരു കനം എന്ന് പറയുന്നത് 10 cm, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 cm. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു എ ഷിയറിംഗ് ഫോഴ്സ് ഓഫ് 9 × 10⁻⁴ Newton. അതായത് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. One is narrow edge, the lower edge is riveted to the floor. അതായത് ഈ ഭാഗം ഈ സ്ലാബിൻ്റെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തിരിക്കുകയാണ്. ആ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 9.0 × 10⁻⁴ Newton. അത് എവിടെ കൊടുത്തിരിക്കുന്നത്? ഈ നാരോ ഫേസ്, അതായത് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതായത് 10 cm വിട്ടുള്ള ഈ ഭാഗത്താണ്, ഒരു നാരോ സൈഡിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പലവിടെ നമുക്കറിയാം ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഷിഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ചോദ്യം? ഹൗ മച്ച് വിൽ ദ അപ്പർ എഡ്ജ് വിൽ ബി ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഷിഫ്റ്റ് എത്രയാണ്, അതായത് ഇവിടുത്തെ ഡെൽറ്റ എക്സ് എന്നുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് മുന്നേയായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ഏരിയയാണ്. ഈ അപ്പർ ഫേസിൻ്റെ ഏരിയ കണ്ടെത്തണമെങ്കിൽ, അതായത് 50 cm ആണ് ഇതിൻ്റെ ലെങ്ത്ത്, അതുപോലെ തിക്നെസ് എന്ന് പറയുന്നത് 10 cm ആണ്. അപ്പോൾ ഏരിയ കണ്ടെത്തണമെങ്കിൽ 50 cm ×
10 സെൻറ്റിമീറ്റർ നമുക്ക് അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.5 into 0.1 ദറ്റ് ഈസ് 0.05 മീറ്റർ സ്ക്വയർ. അതാണ് ഇതിൻ്റെ ഏരിയ, അപ്പർ ഫേസിൻ്റെ ഏരിയ. നമുക്ക് കണ്ടെത്തേണ്ടത് സ്ട്രെസ് അപ്ലൈഡ് ആണ്. സ്ട്രെസ് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 9 into 10⁴ ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് 0.05 ആണ്. നമുക്ക് ആൻസർ കിട്ടും 1.8 into 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് സ്ട്രെസ് കിട്ടി. ഇനി കാണേണ്ടത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ആണ്. നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം റിജിഡിറ്റി മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് G is equal to സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാം. അതായത് ഡെൽറ്റ എക്സ് ബൈ എൽ ഇങ്ങോട്ട് കൊടുക്കുന്നു, സ്ട്രെസ് ബൈ ജി. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് എഴുതാൻ വേണ്ടിയിട്ട് സോ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ ജി, അതായത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു എൽ. എല്ലിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 1.8 into 10⁶ ആണ്. ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് ഷിയർ മോഡുലസ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ലെഡ് സ്ലാബിൻ്റെ 5.6 into 10⁹ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5.6 into 10⁹ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്, അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ. നമുക്ക് ആൻസർ കിട്ടും 0.16 മില്ലിമീറ്റർ. അതായത് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0.16 മില്ലിമീറ്റർ ആയിരിക്കും അപ്പർ ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുക. അവസാനമായി നമുക്ക് ബൾക്ക് മോഡുലസുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി നോക്കാം. ദി ആവറേജ് ഡെപ്ത് ഓഫ് ഇന്ത്യൻ ഓഷൻ ഈസ് അബവ് 3000 മീറ്റർ. ഇന്ത്യൻ ഓഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നിയർലി 3000 മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദി ഫ്രാക്ഷണൽ കംപ്രഷൻ, അത് കണ്ടെത്തേണ്ടത് ഡെൽറ്റ വി ബൈ വി ആണ് കണ്ടെത്തേണ്ടത്. അതായത് വോളിയമായി ബന്ധപ്പെട്ട വേരിയേഷൻ, അതായത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. അതായത് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ കംപ്രഷൻ ഓഫ് വാട്ടർ അറ്റ് ദി ബോട്ടം ഓഫ് ദി ഓഷൻ. ആ ഓഷൻ്റെ ബോട്ടത്തിൽ ഉണ്ടാവുന്ന ഫ്രാക്ഷണൽ കംപ്രഷനാണ് കണ്ടെത്തേണ്ടത്. ഗിവൺ ദാറ്റ് ദ ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2.2 into 10⁹. വാട്ടറിൻ്റെ ബൾക്ക് മോഡുലസ് വന്നിട്ട് ടേക്ക് G is equal to 10 meter per second square. നമുക്കറിയാം ഈ 3000 മീറ്റർ കോളം ഓഫ് വാട്ടർ ഈ ഓഷൻ്റെ ബോട്ടത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാം അത്തരം ഫോഴ്സ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ പറയാം ദാറ്റ് ഫോഴ്സ് ഇസ് ദ ഹൈഡ്രോളിക് ഫോഴ്സ് ആൻഡ് ഹൈഡ്രോളിക് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ എന്ത് പറയും? പ്രഷർ എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് ആക്ച്വലി ഇത്. സോ the pressure exerted by 3000 meter column of water at the bottom layer P is equal to നമുക്കറിയാം H⍴G, അതായത് H കോളം വാട്ടർ കൊണ്ട് ഉണ്ടാവുന്ന ആ ബോട്ടത്തിൽ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. നമ്മൾ പറയാനുള്ള കാരണം ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ എന്തെടുത്തത്? സ്ട്രെസ് എന്നെടുത്തത്. അതിനെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ. സോ P is equal to H⍴G. നമുക്ക് എഴുതാം എച്ചിൻ്റെ വാല്യൂ 3000 മീറ്റർ ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആയതുകൊണ്ട് 10⁻³ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ജിയുടെ വാല്യൂ പറഞ്ഞിട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് ആൻസർ കിട്ടും 3 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് പ്രഷർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് സ്ട്രെസ്. ഓക്കെ, നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഫ്രാക്ഷണൽ കംപ്രഷൻ ഡെൽറ്റ വി ബൈ വി ആണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ, അതായത് വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ആണ്. സോ ഡെൽറ്റ വി ബൈ വി ഈക്വൽ നമുക്ക് എഴുതാം സ്ട്രെസ് ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസ് എന്ന് എഴുതാം. സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 3 into 10⁻⁷ ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ കിട്ടിയിട്ട് 2.2 into 10⁻⁹ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് 1.36 into 10⁻². യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം ഇത് ഡെൽറ്റ വി ബൈ ബി ആണ്, ഫ്രാക്ഷണൽ കംപ്രഷൻ ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് 1.36 into 10⁻². നമുക്ക് അതിനെ പെർസെൻറ്റേജ് ടേമിലാക്കുകയാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁻⁻²ഉം 10⁻²ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആൻസർ 1.36%. സോ ദാറ്റ് ഈസ് ദ ഫ്രാക്ഷണൽ കംപ്രഷൻ ഓഫ് വാട്ടർ അറ്റ് ദി ബോട്ടം ഓഫ് ഓഷൻ. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഡെൽറ്റ വി ബൈ വി എന്നുള്ള ക്വാണ്ടിറ്റിയാണ് കണ്ടെത്തിയത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പി കണ്ടെത്തി, അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. ഇങ്ങനെയാണ് ബൾക്ക് മോഡുലസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയെ കുറിച്ച് മനസ്സിലാക്കി. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും വളരെ വിശദമായി ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഒരു ഇലാസ്റ്റിക് ബോർഡിലെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ഡിഫറൻറ്റ് ടേംസുകളും ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോഡി എങ്ങനെയാണ് കൂടുതൽ ഇലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ പ്ലാസ്റ്റിക് നേച്ചർ കാണിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.